അങ്ങനെ അപ്പോസ്തലൻ വീണ്ടും മാറിയോ? വീണ്ടും പഴയ പാസ്റ്ററായോ? സംശയം കൊണ്ട് ചോദിച്ചതാണ്. ഇന്നലെ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ അതിൽ പാസ്റ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇതിലെ പ്രൊമോഷൻ തടയുക മാത്രമല്ല, തരം താഴ്ത്തുകയും ചെയ്യുന്ന പരിപാടിയായിപ്പോയി. അതായത് ഹെഡ് മാസ്റ്ററെ പിടിച്ച് പിയൂണാക്കുന്ന പരിപാടി. ഇത് ശരിയല്ല കേട്ടോ. ആകെ കൂടി ഒരു അപ്പോസ്തലനേ ഉള്ളൂ. കൊട്ടാരക്കര ദേശത്തിന്റെ മാത്രമല്ല, കേരളത്തിന്റെ, ഭാരതത്തിന്റെ അഭിമാനമാണ് ഈ അപ്പോസ്തലൻ. ഭാരതത്തിൽ സുവിശേഷം അറിയിക്കാൻ ഒരു അപ്പോസ്തലൻ വന്നിരുന്നു, തോമസ് ലീഹ. അദ്ദേഹം ക്രിസ്തുവർഷം 52 കേരളത്തിൽ എത്തിയെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. മലബാറിലെ മുസിരിസിലാണ്, അതായത് കൊടുങ്ങല്ലൂരിലാണ് അദ്ദേഹം കപ്പലിറങ്ങിയതായി പറയപ്പെടുന്നത്. തോമസ് ലീഹ ദക്ഷിണ ഭാരതത്തിൽ സുവിശേഷ വേല നിർവഹിച്ചതിന്റെ ഫലമായി രൂപമെടുത്ത വിശ്വാസ സമൂഹങ്ങളുടെ പിന്മുറക്കാരാണ് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ. 7 പള്ളികൾ അദ്ദേഹം സ്ഥാപിച്ചു. പാലയൂർ, ചാവക്കാട്, മുസിരിസ്, കൊടുങ്ങല്ലൂർ, കൊക്കമംഗലം, പരവൂർ, കോട്ടക്കാവ്, നിരണം, കൊല്ലം, നിലയ്ക്കൽ എന്നിവിടങ്ങളിലും കന്യാകുമാരിക്കടുത്ത് തിരുവാങ്കോട് അരപ്പള്ളിയാണ് തോമസ് ലീഹ സ്ഥാപിച്ചത്. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ സ്വന്തം അപ്പോസ്തലൻ ടിന്റുമോൻ ലോകമെമ്പാടും 600ഓളം സഭകൾ സ്ഥാപിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. അതായത് കൊട്ടാരക്കര മുതൽ അങ്ങ് ആഫ്രിക്കൻ വനാന്തരങ്ങൾ താണ്ടി അമേരിക്കയിൽ വരെ സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം തന്നെ ഒരിക്കൽ വിളിച്ചു പറഞ്ഞതാണ്. പിന്നെ തോമസ് ലീഹ ഒടുവിൽ പ്രവർത്തിച്ച സ്ഥലമായ തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ വെച്ച് ക്രിസ്തുവർഷം 72 കുത്തേറ്റ് മരിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. തോമസ് ലീഹയുടെ കബറിടം മൈലാപ്പൂരിൽ ഇപ്പോഴുണ്ടെങ്കിലും അവിടുത്തെ ഭൗതിക അവശിഷ്ടം സിറിയയിലെ എഡേസയിലേക്കും അവിടെ നിന്നും ഇറ്റലിയിലെ ഒർത്തോണയിലേക്കും കൊണ്ടുപോയി സൂക്ഷിച്ചിരിക്കുന്നുവെന്നാണ് ചരിത്രം. ഇന്ന്, അതായത് ഡിസംബർ 21 തോമസ് ലീഹ മരണപ്പെട്ടതെന്നാണ് ഐതിഹ്യം. തോമസ് ലീഹയുടെ പേരിൽ ഒട്ടേറെ പള്ളികൾ ക്രൈസ്തവ സഭകളിലുണ്ട്. അതുപോലെ കാലം കഴിയുമ്പോൾ അപ്പോസ്തലൻ ടിന്റുമോന്റെ പേരിൽ പിൻതലമുറ സഭകൾ സ്ഥാപിക്കുമായിരിക്കും. നമ്മളൊക്കെ ഒരുപാട് സുവിശേഷകരെയും പാസ്റ്റർമാരെയും ഒക്കെ കണ്ടിട്ടുണ്ട്, ജീവിത വിശുദ്ധിയുള്ള സുവിശേഷകർ. ടിന്റുമോനെ പോലെ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയല്ല അവരൊക്കെ സുവിശേഷ പ്രവർത്തനം നടത്തിയിരുന്നത്. അവരാരും ആഡംബര ജീവിതം നയിച്ചവരല്ല. അവരാരും ബെൻസ് കാറിൽ പോയല്ല സുവിശേഷം പറഞ്ഞിട്ടുള്ളതും പ്രാർത്ഥിച്ചിട്ടുള്ളതും. അവരാരും സുവിശേഷം വിറ്റ് തിന്നിട്ടില്ല. അവരാരും വിശ്വാസികളുടെ പോക്കറ്റ് അടിച്ചിട്ടില്ല. അവരാരും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ സ്വർണം, പണം എന്നിവ സ്തോത്രാഴ്ചയായി കൊടുക്കാൻ. പട്ടിണി കിടന്നും കാൽനട യാത്ര ചെയ്തും ഒക്കെ കഷ്ടപ്പെട്ടാണ് അവരൊക്കെ സുവിശേഷ പ്രവർത്തനം നടത്തിയത്. സുവിശേഷം എന്തെന്നറിയാത്ത ജനങ്ങളുടെ ഇടയിലേക്ക് സുവിശേഷം അറിയിച്ചത്. അവരൊക്കെ ഇന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഇവന്മാരെയൊക്കെ പിടിച്ചിറക്കി ചെപ്പാക്കുറ്റി നോക്കി 2 കൊടുത്തിട്ട് പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചേനെ.